പ്രേംലാൽ, ഈ സുഡാപ്പികൾ ഈ സ്റ്റുഡിയോ ബഹിഷ്കരിക്കുകയാണ്. ടാറ്റയോടുള്ള ബഹിഷ്കരണമാണ്. എങ്കിൽ പിന്നെ അവർ ഈ വിമാന കമ്പനികൾ അല്ലെങ്കിൽ വിദേശത്ത് പോകുന്നത്, ഹജ്ജിന് പോകുന്നത്, ഇതൊന്നും ടാറ്റയുടെ അതിന് പ്രശ്നമല്ല. അതോടൊപ്പം തന്നെ മറ്റ് അവർ ഉപയോഗിക്കുന്ന കാറുകൾ, അത് പ്രശ്നമല്ല. എന്താണ് ഇത്തരത്തിലൊരു ഇരട്ടത്താപ്പ്? എൻ്റെ ഈ ഉടുപ്പ് കൊള്ളാവോ? കൊള്ളാം, പുതിയതാ. എത്ര വില കാണും? ഇതൊരു 1000 799 രൂപയുടെ മുതലായി കാണും. സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതാ. സ്റ്റുഡിയോയുടെ പ്രത്യേകത ഇതാണ്. അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് മോസ്റ്റ് മോഡേൺ ട്രെൻഡി ആയിട്ടുള്ള വസ്ത്രങ്ങൾ സാധാരണക്കാരനും പ്രാപ്തമാകണം എന്ന് കരുതി രത്തൻ ടാറ്റയുടെ ഒരു സങ്കല്പമാണ് സ്റ്റുഡിയോ. അദ്ദേഹം ആ ജീവിതകാലം ഉടനീളം പാലിച്ച ഒരു സങ്കല്പം ഇത് തന്നെയായിരുന്നു. സാധാരണക്കാരനൊക്കെ ഇപ്പം നാനോ കാറിൻ്റെ തന്നെ രംഗപ്രവേശം അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയെ കരുതി, ഇന്ത്യയിലെ ജനങ്ങളെ കരുതി ഒരു വ്യവസായ സാമ്രാജ്യം, അത് അങ്ങനെയുള്ളൊരു വ്യവസായ സാമ്രാജ്യമാണ് ടാറ്റയുടെ. ഈ ടാറ്റ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ശൃംഖലയുടെ ഒരു കണ്ണി മാത്രമാണ് ഈ സ്റ്റുഡിയോ. അപ്പോൾ അവർക്കെതിരെ ഇപ്പോൾ കൊടിയും തോരണവും വടിയും ഒക്കെ ആയിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രതിഷേധം നടത്തുന്നവർ മറ്റ് ടാറ്റയുടെ മറ്റ് കാര്യങ്ങൾക്ക് എന്താ പ്രതിഷേധിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, ടാറ്റ സോൾട്ട്, കർപ്പൂരം, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ടാറ്റ. അവരുടെ യന്ത്ര സാമഗ്രികളുണ്ട്, വാഹനങ്ങളുണ്ട്, എന്തിന് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ എല്ലാം പലതും ടാറ്റയുടേതുണ്ട്. ഇതൊന്നും ബഹിഷ്കരിക്കാത്ത ആളുകൾ എന്തുകൊണ്ട് ഈ സ്റ്റുഡിയോയുടെ മുമ്പിൽ, ഒരു വസ്ത്ര വിതരണശാലയാണ്, നമുക്കറിയാമല്ലോ. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഈ വളരെ ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ അമിത വിലയിൽ, കാര്യം അതിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഫോട്ടോസൊക്കെ അതിമനോഹരമായിരിക്കും. നമ്മൾ ബുക്ക് ചെയ്തതെന്ന് കിട്ടുന്നത് വേറെന്നായിരിക്കും. അപ്പം നമ്മൾ വലിയ രീതിയിൽ വഞ്ചിക്കപ്പെടുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഏതെങ്കിലും തുണിക്കടയിൽ പോയി വാങ്ങാമെന്ന് കരുതട്ടെ, അപ്പോൾ അവിടെയും ഇതേപോലെ അവരുടെ ലാഭവും അവർ നടത്തുന്ന പരസ്യങ്ങളുടെ ചെലവും എല്ലാം കണക്കാക്കി വലിയൊരു മാർജിൻ ഇട്ടാണ് അതും നമുക്ക് വിൽക്കുന്നത്. അപ്പോൾ വലിയൊരു, അതായത് കാണുന്ന ഭംഗിക്ക്, നല്ല ഭംഗിയുള്ള ഉടുപ്പിന് അല്ലെങ്കിൽ വസ്ത്രത്തിന് നമ്മൾ ഒരു മിനിമം ഒരു 1000-1500 രൂപയെങ്കിലും മുടക്കണമെന്ന്. അതൊക്കെ ബാറ്റ കമ്പനിയുടെ ടെക്നിക്കല്ലേ, ആ പോട്ടെ. അപ്പോൾ ഏതായാലും നല്ലൊരു ടെക്സ്റ്റൈലിൽ കയറിയ മിനിമം ഒരു 1000-1500 രൂപ ചിലവാകുന്ന ഉറപ്പാണ് അല്ലേ. അപ്പോൾ സ്റ്റുഡിയോയുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 1000 രൂപയ്ക്ക് താഴെയാണ് എല്ലാത്തരം ഉൽപ്പന്നങ്ങളും. അവിടെ ഇപ്പോൾ തുണിയാണേലും ശരി, ചെരുപ്പാണേലും ശരി, വാച്ചാണേലും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സാധാരണക്കാരന് ഇത് കിട്ടുന്നതിൻ്റെ പിന്നിൽ എന്തോ ഒരു കണ്ണുകടി ഉള്ളവരാണ് ഇതിൻ്റെ പിന്നിൽ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടക്കുന്നു. അതായത് ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ സമയത്ത് ഇടയിൽ കിടന്ന് കളിച്ച ബംഗ്ലാദേശ്, അവർക്കിട്ട് ഇന്ത്യ നല്ല പണി കൊടുത്തിരുന്നു. അവിടെ നിന്നുള്ള ഇറക്കുമതികൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. അതെ, ഈ ബംഗ്ലാദേശ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സാധനം തുണിത്തരങ്ങളാണ്. എല്ലാത്തരം തുണിത്തരങ്ങളും ഉണ്ട്, ലോ ക്വാളിറ്റി ഉണ്ട്, ഹൈ ക്വാളിറ്റി ഉണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള കയറ്റുമതി നടത്തുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പോൾ ആ ബംഗ്ലാദേശിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ ചിലർ അസ്വസ്ഥരാണ്. ഈ സ്റ്റുഡിയോയിൽ ഏറിയ പങ്ക് വിൽക്കപ്പെടുന്നത് ഇന്ത്യൻ മെയ്ഡ് ഉൽപ്പന്നങ്ങളാണ്. അവരുടെ സ്വന്തം സ്റ്റുഡിയോയുടെ ബ്രാൻഡിൽ തന്നെയാണ് വിൽക്കുന്നത്. അപ്പോൾ അത് ചിലർക്ക് അങ്ങ് ദഹിക്കുന്നില്ല. ഇപ്പോൾ അവരുടെ ഉന്നയിക്കുന്ന പ്രശ്നം ഗാസയിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ പേരിലാണ് ഈ പ്രതിഷേധം അത്രയും. ഈ ടാറ്റയ്ക്ക് ഇസ്രയേൽ സേനയുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഒരുപാട് വ്യവസായശാലകളും ഒരുപാട് സംരംഭങ്ങളും ഉണ്ട്. അവർ പ്രതിരോധ രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്രയേൽ ഉപയോഗിക്കുന്ന പല സൈനിക ആയുധങ്ങളും അത് ടാറ്റയുടെ സഹകരണത്തോടെ നിർമ്മിക്കപ്പെട്ടതാണ്. അവരിപ്പോൾ ഗസയിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കവചിത വാഹനമാണെങ്കിലും ശരി, കാറുകളാണെങ്കിലും ശരി, ഇപ്പോൾ ലാൻഡ് റോവർ അവിടെ ഉപയോഗിക്കുന്നുണ്ടെന്ന്, അത് ടാറ്റയുടെ ഒരു ബ്രാൻഡാണ് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ പേരിലാണ് ഈ ടാറ്റയ്ക്കെതിരെ സമരം നടത്തുന്നത്. പക്ഷേ ഈ പ്രതിഷേധിക്കുന്നവർ, ഇപ്പോൾ ഈ ഗസയിൽ എന്താ നടക്കുന്നതെന്നുള്ളത് മാധ്യമ റിപ്പോർട്ടുകൾക്കപ്പുറം നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യങ്ങളൊന്നുമില്ല, നമ്മളവിടെ നേരിട്ട് പോയി കാണുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ പഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ട ഒരു ഭീകരാക്രമണം ഉണ്ടായി. അതിൽ 25 പേരും ഇന്ത്യൻ പൗരന്മാരാണ്, ഒരാൾ നേപ്പാളി. ഇവർ കൊല്ലപ്പെട്ടപ്പോൾ ഈ പറയുന്ന പ്രതിഷേധക്കാർ ആരെങ്കിലും തെരുവിലിറങ്ങിയോ? ഒരു പന്തംകൊളുത്തി പ്രകടനം പോലും നടന്നിട്ടില്ല, ഒരു മൗനജാഥ പോലും നടന്നിട്ടില്ല. അവരൊക്കെ ഇപ്പോൾ ഈ ഗസയുടെ പേരും പറഞ്ഞ് വലിയൊരു പ്രതിഷേധത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ സദാം ഹുസൈനെ തൂക്കിക്കൊന്നപ്പോൾ ഇതേപോലൊരു പ്രതിഷേധം നടന്നതിൻ്റെ ഉണ്ട്. ഏതോ ഓൺലൈനിൽ ആഹ്വാനം ചെയ്ത് ഹർത്താലും കൂടി നടന്നിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തി ഹർത്താൽ വരെ വിജയിപ്പിച്ചിട്ടുള്ള നാടാണ് നമ്മുടെ.
അങ്ങനെ പലതും അവരുടെ മറ്റേ ആരാധക വൃന്ദങ്ങളും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. ഇതാണ് അവസ്ഥ. അതായത് ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധം അത്രയും. ഇപ്പോൾ ഹജ്ജിന് പോകണമെങ്കിൽ ആശ്രയിക്കേണ്ടത് എയർ ഇന്ത്യയാണ്. എയർ ഇന്ത്യ ഇപ്പോൾ ടാറ്റയുടെ കീഴിലാണ്. ഇപ്പോൾ പാസ്പോർട്ട് ഈ സേവാ കേന്ദ്രങ്ങളെല്ലാം ടാറ്റയുടെ ക്ലൗഡ് സർവീസ് TCSന്റെ സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ബഹിഷ്കരിക്കാൻ പോയ സകലതും ബഹിഷ്കരിക്കണമല്ലോ. ഈ പ്രതിഷേധിക്കാൻ പോയ വാഹനങ്ങൾ ഇപ്പോൾ സ്വന്തമായി ടാറ്റയുടെ മറ്റേ ഇലക്ട്രോണിക് കാർ വരെയുണ്ട്. അങ്ങനെ എത്ര കാറിൽ പോയി എത്ര പേരുണ്ടാവും? ഇനി കാർ മേടിക്കാൻ കെൽപ്പില്ലാത്തവർ KSRTC ബസ്സിൽ പോയിട്ടുണ്ടാവും. അത് ഏറിയ പങ്കും ടാറ്റയുടേതാണ്. അപ്പോൾ ബഹിഷ്കരിക്കണമെങ്കിൽ സകലതും ബഹിഷ്കരിക്കണം. ഏതായാലും ഈ തുണിക്കടയുടെ മുമ്പിലുള്ള പ്രതിഷേധത്തിന്റെ പിന്നിൽ അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് ഒരു ഗുണം ചെയ്തു അത് ഉറപ്പായിട്ടും. ഞാനിത് വാങ്ങാൻ ചെന്നപ്പോൾ അവിടെ ഉത്സവത്തിന്റെ ഉള്ള ആളുണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പ് വരെ ഈ സ്റ്റുഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവരങ്ങനെ അധികം പരസ്യം കൊടുക്കാറില്ല. അപ്പൊ ഇതിനൊക്കെ ആയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ആളുകൾ പോസ്റ്റ് ഇട്ടും നമ്മൾ പരസ്പരം പറഞ്ഞുമൊക്കെയാണ് ഇതിന് പബ്ലിസിറ്റി. പക്ഷെ ഇപ്പോ ചുളുവില് സ്റ്റുഡിയോയ്ക്ക് പരസ്യമായി. നാട്ടിൽ സ്റ്റുഡിയോ അറിയാത്തവർ കൂടി ഇപ്പോൾ സ്റ്റുഡിയോ എന്താണെന്ന് അറിയാൻ തുടങ്ങി. ഇതുകൊണ്ട് മറ്റൊരു തുണിക്കടക്കാരൊക്കെ ഇപ്പൊ ആപ്പിലുമായി. കാര്യം അവിടെ കയറിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ വലിയ വലിയ സിനിമാ താരങ്ങളെന്നും ഇതിന് ഇത്രയധികം വിലക്കുറവാണെന്നും ഒക്കെ അറിഞ്ഞത്. മറ്റേ ഉദയനാണ് താരത്തിൽ പറയുന്ന കോടിക്കണക്കിന് സാധനമാണ് കെട്ടിക്കിടക്കുന്നത് പറഞ്ഞ പോലെ സിനിമാ താരങ്ങളെയൊക്കെ വെച്ച് വമ്പം പരസ്യങ്ങളൊക്കെ ചെയ്തതൊക്കെ അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുക. എല്ലാവരും ഇപ്പൊ സ്റ്റുഡിയോയിലോട്ട് അങ്ങോട്ട് ഇടിച്ചു കയറുക. സ്റ്റുഡിയോ തിരക്ക് കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ഞാനും കഴിഞ്ഞ ദിവസം പോയിരുന്നു. വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്, പാലാരിവട്ടത്തൊക്കെ. ഈ പറഞ്ഞതുപോലെ ഇത്രയധികം തിരക്ക് സ്റ്റുഡിയോ. അതായത് നമ്മുടെ നാട്ടിൽ ഒരു പൊതു ട്രെൻഡ് ഉണ്ട്. നമുക്ക് നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത എന്തെങ്കിലും ഒരു സംഗതി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ ഒന്ന് കാണട്ടെ. ആ ഒരു മനോഭാവം നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾക്കുണ്ടെങ്കിൽ ശരി നീ അങ്ങ് പറഞ്ഞല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. ആ ഒരു മനോഭാവത്തിൻ്റെ അത് ഒരു മൗനമായ പ്രതിഷേധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ എങ്കിൽ ശരി ഞങ്ങൾ റെഡിയാക്കി തരാം. ആ രീതിയിലുള്ള പൊതുജനത്തിൻ്റെ ഒരു പ്രതികരണമാണ് ഈ സ്റ്റുഡിയോ ഷോറൂമുകളിലെ ഇപ്പോഴുള്ള തള്ളിക്കയറ്റം. മറ്റേ ടീംസ് ഇപ്പോഴും അവിടെ കൊടിയും പിടിച്ചൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ അവർ കൊടിയും പിടിച്ചും മഴയും കൊണ്ട് വെയിലും കൊണ്ട് വെറുതെ നിൽക്കത്തേ ഉള്ളൂ. കാര്യം ടാറ്റ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തോടു കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയൊരു വ്യവസായ സാമ്രാജ്യമാണ്. ഇമാതിരി ഓലപ്പാമ്പ് കാണിച്ചിട്ട് ടാറ്റയ്ക്ക് ഒരു പോറൽ പോലും വെക്കില്ല. അവരവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് വീണ്ടും മുമ്പോട്ട് പോകും. അതിന് വർഷക്കാലമായിട്ട് ടാറ്റ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ റിലയൻസ് ഒക്കെ ഇപ്പോഴാണ്, അദാനിയൊക്കെ ഇപ്പോഴാണല്ലോ വന്നത്. അതിനു മുമ്പ് നമ്മളൊക്കെ ജനിച്ച സമയം മുതലേ ടാറ്റയാണ്. എല്ലാവരും ടാറ്റയുടെ വാഹനങ്ങൾ, ടാറ്റ KSRTC ബസ് ഉൾപ്പെടെ ടാറ്റ, അങ്ങനെ എല്ലാം. എന്തിനാ നമ്മൾ രാവിലെ കുടിക്കുന്ന തേയില പോലും കണ്ണൻ ദേവൻ. അതെ. അപ്പോൾ നമ്മൾ വേറൊരു തുണിക്കട മാത്രമല്ലെന്നേ ഇത്. പല രീതിയിലുള്ള അതായത് ഒരാൾ ജനിച്ച് മരിക്കുന്നത് വരെ ടാറ്റയുമായി ബന്ധപ്പെടാതെ പറ്റില്ല. കാര്യം എത്ര പേർക്ക് തൊഴിലവസരങ്ങൾ. അതെ, കാര്യം സാധാരണക്കാരന് ആശ്രയിക്കാവുന്ന ഒരു കുത്തക മുതലാളി, അങ്ങനെ വേണമെങ്കിൽ പറയാം. അയാൾ കുത്തക മുതലാളി തന്നെയാണ്. ആദ്യമായി കാറ് ടാറ്റ നാനോ 1 ലക്ഷത്തിന് കാർ ഇറക്കുന്ന, അതായത് ഏറ്റവും പാവപ്പെട്ടവന് പോലും കാറിൽ സഞ്ചരിക്കാൻ അവസരം ഒരുക്കിയത് ടാറ്റയാണ്. കാരണം 1 ലക്ഷം രൂപയ്ക്ക് ഒരു കാർ ഇറക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് പോലും വാങ്ങാൻ കഴിയും. നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്ന ടൂറിസ്റ്റ് ടാക്സികൾ ഏറിയ പങ്കും ടാറ്റയുടേതല്ലേ. സാധാരണക്കാരൻ എന്നും ആശ്രയിക്കുന്ന ഒരു ബ്രാൻഡാണെന്നേ. അതിനെ ഇങ്ങനെ ഇട്ട് അത് ശരിയായ നടപടിയല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.